ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു നോർമൽ ലെവലിൽ എങ്ങനെയാണ്, അത്യാവശ്യം വെയിലുള്ള സമയത്തും അല്ലെങ്കിൽ അല്ലാത്ത സമയത്തും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നീ ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ടോ? ഒന്ന് ബ്ലാക്ക്, അത് മോണോക്രിസ്റ്റലാണ്. മോണോക്രിസ്റ്റൽ മോളിൽ വരുന്നത് മോണോക്രിസ്റ്റൽ ഹാഫ് കട്ട് വാരിയുടെ പാനലാണ് വരുന്നത്. ഹാഫ് കട്ട് അതുപോലെ തന്നെ ബൈഫേഷ്യൽ പാനലാണ്. രണ്ട് സൈഡും കണ്ടോ, നമുക്കിത് കാണാൻ പറ്റും. സാധാരണ സോളാർ പാനൽ നമ്മൾ താഴെ ഫുൾ വൈറ്റ് ആയിരിക്കും കണ്ടോ. ഇത് താഴെ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വന്നാലും അതിൻ്റെ മുകളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് മുകളിൽ നിന്നുള്ള ലൈറ്റും താഴെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വന്നാലും എഫിഷ്യൻസി സാധാരണ പാനലിന് മോണോപ്പർക്ക് ഹാഫ് കട്ടിനെ അപേക്ഷിച്ചും ബൈഫേഷ്യൽ പാനൽ 20% എക്സ്ട്രാ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു വെയിലല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മോണോപ്പർക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ നേരത്തെ ഒരു പോളിക്രിസ്റ്റൽ പാനലിലൂടെ കണ്ടു. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ജസ്റ്റ് നോക്കുക. ബാറ്ററി വോൾട്ടേജ് 14 വോൾട്ട് 8 ആംപിയറിൽ ഓൾറെഡി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് 165 AH ആണ് വന്നിരിക്കുന്നത്. 165 AH ആണ് ഞാൻ ഈ പറയുന്ന ഒറ്റ ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബാറ്ററി ചാർജിങ് വോൾട്ടേജും കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, 4.2 ആംപിയർ ചാർജിങ്, 36 വോൾട്ട് 4.6 ആംപിയർ ഇപ്പോൾ ഓൾറെഡി നമുക്ക് സോളാറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാട്ട്സ് കാര്യങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ആംപിയർ വീണ്ടും ചാർജിങ്ങിലേക്ക് വരും. വാട്ട്സ് നമുക്ക് നോക്കാം. AC ഇന്ന് 0 ആണ്. അതായത് ഇപ്പോൾ ഇൻവെർട്ടറാണ് ഫുൾ വർക്ക് ചെയ്യുന്നത്. AC ഔട്ട് 223 വോൾട്ട് ഔട്ടുണ്ട്. വാട്ട്സ് 52 വാട്ട്സ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഈ വാട്ട്സ് നമ്മളിപ്പോൾ ഇത് 1 kW ഇൻവെർട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇൻവെർട്ടർ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 70-80% അല്ലെങ്കിൽ ഒരു 60% ലോഡ് ഒരു 200-500 വാട്ട്സ് ഒക്കെ നമ്മൾ എടുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സോളാറിൽ നിന്നുള്ള പാനലിൽ നിന്നുള്ള ആംപിയർ ഹൈ ആയിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കിട്ടും. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അവിടെ ചാർജിങ് ആംപിയറും ഹൈ ആയിട്ട് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും, അതായത് ഇപ്പോൾ ഈ പറയുന്ന മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനൽ നമുക്ക് കമ്പനി പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ആ ലെവലിൽ തന്നെ നമുക്ക് 13 ആംപിയറാണ് നമുക്ക് കിട്ടേണ്ടത്. 13 ആംപിയർ നമ്മളിപ്പോൾ ഓൾറെഡി നല്ല വെയിലുള്ള സമയങ്ങളിൽ ഏകദേശം ഒരു 11 ആംപിയർ വരെ നമുക്ക് ഇതിൽ നിന്നും ആംപിയർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന MPPT സെപ്പറേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാനുവലായിട്ട് ഓട്ടോ ആയിട്ടുള്ള രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മാനുവലല്ല, ഓട്ടോയിലേക്ക് നമ്മളിടും. ഓട്ടോൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരു കാലത്ത് സമയങ്ങളിൽ ബാറ്ററി ഫുള്ളാവുന്ന സമയം ഏകദേശം ഒരു 9 മണി 8:30 ആയി കഴിയുമ്പോൾ അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ഫുൾ ചാർജ് ആവും. ആ സമയം കൊണ്ട് തന്നെ കാലത്തോട്ട് ഒരു 9 മണിയാകുമ്പോൾ ഫുൾ ചാർജിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ പറയുന്ന ഇൻവെർട്ടറിലേക്കുള്ള സപ്ലൈ കട്ടാവും. ഇൻവെർട്ടറിലേക്കുള്ള സപ്ലൈ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ KCB കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സോളാറിൽ നിന്നും ഉള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് വൈകിട്ട് ഒരു 5 മണി വരെ നമുക്ക് ആ ലെവലിൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വോൾട്ടേജ് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അപ്പോൾ ആ മോഡിലാണ് നമ്മൾ ഓട്ടോ മോഡ് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. അതായത് വെയിലുള്ളതനുസരിച്ചിട്ട് ബാറ്ററിയുടെ ഒരു ചാർജിങ് വോൾട്ടേജ് ഡൗൺ ആവുന്ന സമയത്ത്, എന്നാൽ ഒരു 12 വോൾട്ടിന് താഴെ പോവാത്ത രീതിയിലാവുന്ന സമയത്ത് കട്ടായിട്ട് വൈകിട്ട് സമയങ്ങളിൽ ഒരു 5 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 മണിയാകുമ്പോഴേക്കും ചേഞ്ച് ആയിട്ട് KCBയിലേക്ക് ബൈപ്പാസ് വരും. അപ്പോൾ നമുക്ക് രാത്രി കറണ്ട് പോകുന്ന സമയത്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ രീതി ഉപയോഗിച്ചിട്ട് സാധാ ഇൻവെർട്ടർ പോലെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കാലത്തെ സമയങ്ങളെല്ലാം സോളാറിൽ വർക്ക് ചെയ്യും. അതിനുശേഷം വൈകിട്ടാവുന്ന സമയങ്ങളിൽ നമ്മൾ കറണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ സാധാ ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ചാർജ് ചെയ്ത കറണ്ട്, അതായത് സോളാറിൽ നിന്നും ചാർജ് ചെയ്ത കറണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വളരെ സിമ്പിളായിട്ട് KCB ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന ഇൻവെർട്ടറിലേക്കുള്ള ഇൻപുട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഒരു 4 മണിക്കൂറൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന UPSയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവെർട്ടറിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, വേറെ ഒന്നുമില്ല. നമ്മളങ്ങനെ ഫുൾ യൂസ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും. അതായത് ഫുൾ കറണ്ട് പോയൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുക. അതായത് സോളാർ കട്ടായതിന് ശേഷം, അതായത് സൂര്യപ്രകാശം നിലച്ച് സാധാ KCBയിലേക്ക് ആയതിന് ശേഷം ബൈപ്പാസ് ആയതിന് ശേഷം ഒരു 2 മണിക്കൂർ യൂസ് ചെയ്യാം. 2 മണിക്കൂർ ഇൻവെർട്ടർ, അതായത് ഇൻപുട്ട് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടർ 2 മണിക്കൂർ ഉപയോഗിക്കാം. ബാക്കി 2 മണിക്കൂർ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് കാര്യങ്ങളൊക്കെ രാത്രി പോയി കഴിയുന്ന സമയത്താണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഇൻവെർട്ടറിൻ്റെ സോളാർ പാനൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്, ബൈഫേഷ്യൽ എങ്ങനെയൊക്കെയാണ് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.